വയനാട് മേപ്പാടി വെള്ളപ്പം കണ്ടി ഉന്നതിയിലെ കുടുംബങ്ങളുടെ ജീവിതം ദുരിതത്തിൽ. സ്വന്തമായ വീടുണ്ടായിട്ടും കുടിവെള്ളമോ വൈദ്യുതിയോ ഇല്ലാതെ നിരവധി കുടുംബങ്ങളാണ് ഇവിടെ കഴിയുന്നത്. വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാത്ത കുടുംബങ്ങളും ഈ ഉന്നതികളിൽ കഴിയുന്നുണ്ട്. ചോർന്നൊലിക്കുന്ന കൂരകളിൽ ദുരിത ജീവിതം നയിക്കുന്ന കുടുംബങ്ങൾ ഒരു ഭാഗത്ത്. എന്നാൽ സ്വന്തമായി വീടുണ്ടായിട്ടും വെള്ളമോ വഴിയോ വെളിച്ചമോ ഇല്ലാതെ നരക ജീവിതം നയിക്കുന്ന കുടുംബങ്ങൾ മറ്റൊരു ഭാഗത്ത്. ഒരു നേരത്തെ കുടിവെള്ളത്തിനായി തലയിൽ ബക്കറ്റും ചുമന്ന വെള്ളം കൊണ്ടുപോവുകയാണ് അമ്മിണിയമ്മ. ഞങ്ങൾ ഈ തെലരി ഏറ്റി വെള്ളം വരണം. ഈ കൊല്ലിൽ നിന്ന് എത്രയോ ദൂരത്തുനിന്ന് കൊണ്ടുപോകണ്ടേ. ആ പോയിട്ട് ആ മടത്ത് പോവുകയാണ് ഞങ്ങൾ വെള്ളത്തിന്റെ കാര്യത്തിൽ. അതിപ്പോ ഒരു മുതലാളിമാരും ചാർമാരും ഒന്നും വന്ന് നോക്കുന്നില്ല ഞങ്ങളെ. മേപ്പാടി വെള്ളപ്പങ്കണ്ടി ഉന്നതിയിലെ കുടുംബങ്ങളുടെ ജീവിതം ഇങ്ങനെയാണ്. 18 കുടുംബങ്ങളാണ് ഇവിടെ കഴിയുന്നത്. വീടുള്ളവരും ഇല്ലാത്തവരുമുണ്ട്. സർക്കാർ പണി കഴിപ്പിച്ച വീട്ടിൽ വൈദ്യുതിയോ വെള്ളമോ ഇല്ല. ഇവിടെ കുടിവെള്ളമൊന്നും ആയിട്ടില്ല. പിന്നെ റോഡ് സൗകര്യമൊക്കെ വളരെ കുറവാണ്. പിന്നെ എല്ലാത്തിനും ബുദ്ധിമുട്ട് തന്നെ. കറണ്ടും ഇല്ല. ഇപ്പൊ ഇരുട്ടത്താണ്, ഈ കാട്ടുമുക്കിൽ ഇരുട്ടത്താണ് ഞങ്ങളിപ്പോ താമസിക്കുന്നത്. കുന്നിൻ ചെരുവുകളിലെ ഉറവകളിൽ നിന്നും വരുന്ന വെള്ളമാണിപ്പോൾ നിത്യോപയോഗത്തിനായി ഉപയോഗിക്കുന്നത്. കറന്റിനായി ഫിറ്റ് ചെയ്ത സോളാറും പ്രവർത്തനരഹിതമായിട്ട് മാസങ്ങളായി. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഇവരെ തിരിഞ്ഞു നോക്കുന്നില്ല. വെള്ള സൗകര്യമില്ല, പിന്നെ കറണ്ട് ഇല്ല. കിട്ടിയ സോളാർ സർക്കാർ തന്നാണ്. ആ സോളാർ കത്തൊന്നുമില്ല. അത് അന്വേഷിക്കാൻ ആരും വരുന്നുമില്ല. അപ്പൊ ഞങ്ങളിവിടെ ഈ കാട്ടിലിങ്ങനെ ഒറ്റപ്പെട്ടി കിടക്കുകയാണ്. വഴി പ്രശ്നം, കറണ്ടില്ല, കുടിവെള്ള പ്രശ്നം, പിന്നെ വീട് കിട്ടാത്തവർക്ക് വീടില്ലാത്ത പ്രശ്നം. മോട്ടർ ഫോണ് വിളിക്കുമ്പോൾ തന്നെ എടുക്കുന്നില്ല. വയനാട്ടിലെ പല ആദിവാസി ഉന്നതികളിലെ കുടുംബങ്ങളും സമാനതകളില്ലാത്ത ദുരിത ജീവിതമാണ് നയിക്കുന്നത്. സ്വന്തമായി വീടുണ്ടായിട്ടും അടിസ്ഥാന സൗകര്യമില്ലാതെ പ്രയാസപ്പെടുന്നവർ ഒരു ഭാഗത്ത്. എന്നാൽ ഒരു വീടെന്ന സ്വപ്നം ഇപ്പോഴും യാഥാർത്ഥ്യമാകാത്ത കുടുംബങ്ങൾ മറുഭാഗത്ത്. ഇവരുടെ ഈ ജീവിതമാണ് മീഡിയ വൺ പുറത്തുവിടുന്നത്. ടാർപ്പായ കൊണ്ട് വലിച്ചു കെട്ടിയ കൂരകളിൽ കഴിയുന്നവരും ഈ ഉന്നതിയിലുണ്ട്. കാറ്റൊന്നാഞ്ഞു വീശിയാൽ നിലംപതിക്കാവുന്ന അവസ്ഥയിലാണ് ഈ കൂരകളുള്ളത്. വീടെന്ന സ്വപ്നം ഇപ്പോഴും ഇവർക്ക് ബാക്കിയാണ്. വെള്ളത്തിന്റെയും പിന്നെ കുടിവെള്ളത്തിന്റെയും വീടിന്റെയും വഴിസൗകര്യമല്ല. പ്രൊമോട്ടർമാരുമായി തിരിഞ്ഞു വരെ നോക്കുന്നില്ല. അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ച മന്ത്രിയുടെ ജില്ലയിലാണ് നൊമ്പരപ്പെടുത്തുന്ന ഈ കാഴ്ച. ഒന്ന് നിവർന്നു നിൽക്കാൻ പോലും കഴിയാത്ത കൂരകളിൽ കഴിയുന്നത് നിരവധി കുടുംബങ്ങളാണ്. സർക്കാരിന്റെ ഒരു കണക്കും ഇവരിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ക്യാമറ പേഴ്സൺ ബബീഷ് കക്കോടിക്കൊപ്പം ഫൈസൽ നെടുമ്പാല, മീഡിയ വൺ, വയനാട്.